ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഇളനീർ പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സോസ് പാൻ എടുത്ത് അതിലേക്ക് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മളിവിടെ ഒരു 250 ml അളവ് കപ്പിൽ 1 കപ്പ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ആ പാലൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ആ പാലൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇളക്കിയ ശേഷം നമുക്ക് ആ ഒരു സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ജെലാറ്റിൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ജെലാറ്റിനും മിൽക്കും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ജെലാറ്റിൻ്റെ ആ ഒരു കട്ടയൊക്കെ മാറി നന്നായിട്ടൊന്ന് ആ ഒരു മിൽക്കുമായിട്ട് യോജിച്ച് നന്നായിട്ട് കുറുകി വരുന്നവരെ ഈ ഒരു പരുവം വരെ നമുക്ക് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്കതിലേക്ക് നല്ല കരിക്കാണ് വേണ്ടത്. അതിൻ്റെ അകത്തെ കാമ്പ് നന്നായിട്ട് ചെത്തി നന്നായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തിന് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇളനീരൊന്ന് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് മിക്സൊക്കെ ഒഴിച്ച് സെറ്റായിട്ട് നമ്മൾ ആ ഒരു ട്രേയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബാക്കിയുള്ള ആ ഇളനീരിൻ്റെ പീസസും കൂടി നമുക്ക് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു പുഡിങ് കഴിക്കുമ്പോഴേക്കും ഇളനീരും കൂടെ ഇടയ്ക്ക് നമുക്ക് കഴിക്കാൻ കിട്ടുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കതൊരു 6 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റോ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച പുഡിങ്ങാണ്. ഇനി നമുക്കതൊന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് കത്തി വെച്ച് വരഞ്ഞ് ചെറിയ സ്ക്വയർ ഷേപ്പിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഇളനീരും കൂടെ കഴിക്കാനായിട്ട് കിട്ടുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുകയും നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇതുപോലെയുള്ള ചെറിയ റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.